രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ജിൻഡോ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതെ, ജിൻഡോ തുനിഞ്ഞു തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒട്ടനവധി വിവരക്കേടുകളും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ച് താൻ തൻ്റെതായ ഒരിടം അതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവാദം, ശരണ്യയോട് ജിൻഡോ പറഞ്ഞിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലാണ്. നിങ്ങളിത് കേൾക്കുന്നവർ ഒന്ന് ചിന്തിക്കണം. വന്ന് കയറിയതേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലാണ് ഇത് പറയുന്നത്. ഇത് 3ാമത്തെ ദിവസമാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയിച്ചു എന്നുള്ള കണ്ടെത്തലൊക്കെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് ഇവിടുത്തെ മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എന്നുകൂടി പറഞ്ഞു വെച്ച് കളഞ്ഞു. അതിപ്പോൾ അവിടെ ഒരു വിവാദമായി മാറിയിരിക്കുകയാണ്. ഗബ്രിയും ജാസ്മിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ചിരുന്ന് സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് മിക്കപ്പോഴും ബിഗ് ബോസ് ലൈവ് ചെയ്തിട്ടുമുണ്ട്, എയർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ 2-3 പ്രാവശ്യം അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്നുള്ളത് കണ്ടതുകൊണ്ട് മാത്രം ഇയാൾ പറഞ്ഞു പരത്തുകയാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലായി. അതെ, ഒറ്റ ദിവസം കൊണ്ട് അവർ പ്രണയിച്ചു കളഞ്ഞു. ഇതെന്തൊരു സംസ്കാരമാണ്! ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ, അല്ല 1-2 പ്രാവശ്യം ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഒരു പ്രണയം കണ്ടെത്തുക, ഒരു ഗോസിപ്പ് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ആ പഴഞ്ചൻ നാടൻ സംസ്കാരമുണ്ടല്ലോ, അതിപ്പോഴും ജിൻഡോയുടെ അകത്ത് അതുപോലെ ഇരിക്കുകയാണ്. പിന്നെ ജിൻഡോ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഈ ചായയുടെ പേരിൽ ജിൻഡോ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നത്തിൻ്റെ ഒടുവിൽ ജിൻഡോയെ എല്ലാവരും കൂടി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്തു. അതിൻ്റെ മുൻപിൽ നിന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു ജാസ്മിൻ ജാഫർ. അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒന്ന് അപകീർത്തിപ്പെടുത്തിയാൽ കൊള്ളാം എന്ന ചിന്ത സ്വാഭാവികമാണ്. അവൾക്കിട്ടൊരു പണി കൊടുക്കണം. അതിനുവേണ്ടി ആ വീടിനകത്ത് ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ ജിൻഡോ തുടങ്ങി വെച്ച് കഴിഞ്ഞു. ജാസ്മിൻ ഇപ്പോൾ ആ വിഷയം റോക്കി ഭായിയെ വിളിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കുകയും അതൊന്ന് കൺവിൻസ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് റോക്കി ഭായി അവിടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ജാസ്മിൻ ക്യാമറയുടെ മുൻപിലേക്ക് റോക്കി ഭായിയെ നിർത്തിയിട്ട് റോക്കി ഭായിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് നീ പരസ്യമായിട്ടൊന്ന് പറഞ്ഞ് കേൾപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അതൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു സുഖകരമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്ത് നാളെ ആരെങ്കിലും തമ്മിൽ ഈ പറയുന്ന ജാസ്മിനും ജഫ്രിയും തമ്മിൽ പ്രണയിച്ചു കൂടാ എന്നൊന്നും പറയുവാൻ കഴിയില്ല. ആർക്കും ആരോടും ഏത് സമയത്തും ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസിനകത്ത് അതിനുള്ള നല്ലൊരു അന്തരീക്ഷമുണ്ട്. അതുമാത്രമല്ല, പ്രേക്ഷകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ പ്രണയിക്കാം. പക്ഷേ ഇങ്ങോട്ട് വന്നു കയറി 2 പ്രാവശ്യം 2 കസേരയിട്ട് മുഖാമുഖം ഇരുന്ന് എന്തോ പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുക പോലും ചെയ്യുന്നതിന് മുൻപ് തന്നെ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് അവർ രണ്ടുപേരും പ്രണയത്തിലാണെന്ന്. ഈ ഒരു മനോഭാവം ശരിയല്ല. ഇവിടെ ജിൻഡോ അധികം മുഴുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പരസ്യമായി കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം.